കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ പട്ടികവർഗ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരിന് ശുപാർശ നൽകുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ പറഞ്ഞു. പട്ടികവർഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കുറ്റിക്കോൽ പഞ്ചായത്തിലെ മാണിമൂല, നരമ്പിലക്കണ്ടം, മാനടക്കം എന്നീ കോളനികളാണ് ക്യാമ്പിന്റെ ഭാഗമായി സന്ദർശിച്ചത്. ഈ കോളനികളുടെ വികസനത്തിനായി പട്ടികവർഗ പ്രൊമോട്ടർമാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. കോളനി സന്ദർശനത്തിലൂടെ പട്ടികവർഗ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തി. മാണിമൂല തട്ട് കോളനിയിൽ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നും കുടിവെള്ള പ്രശ്നം കുറ്റിക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനവുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കുഞ്ഞായിഷ പറഞ്ഞു. നരമ്പിലക്കണ്ടം കോളനിയിൽ പട്ടയ പ്രശ്നമുള്ളതിനാൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി. നമ്മുടെ സർക്കാരിന്റെ പല പദ്ധതികളും ഒരുപാട് നമ്മളുടെ പദ്ധതികൾ സർക്കാരിന്റെ ഇവരിലേക്ക് കൃത്യമായി എത്തുന്നില്ല എന്ന രീതിയിലാണ് വിവിധ കോളനികൾ സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫണ്ടുകൾ വേണ്ട വിധത്തിൽ ഇവരുടെ കയ്യിൽ എത്തുന്നില്ല എന്നതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ട്രൈബൽ പ്രൊമോട്ടേഴ്സിൻ്റെ ശ്രദ്ധ കൂടുതൽ വേണ്ടതായിട്ടുമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും ഇവരുടെ ഓരോ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ പ്രശ്നങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ട്രൈബൽ പ്രൊമോട്ടേഴ്സ് കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. മാണിമൂലത്തട്ട് കോളനിയിൽ 2 വീടുകളാണ് സന്ദർശിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട് 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമായി അമ്മയുടെ തണലിൽ കഴിയുന്ന ജി കാർത്തികയുടെ വീടും വളരെ കാലമായി ചികിത്സയിൽ കഴിയുന്ന കെ കമലമ്മയുടെ വീടും. ഇരുവരുടെയും പ്രശ്നങ്ങൾ വനിതാ കമ്മീഷൻ ചോദിച്ചറിയുകയും സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ പദ്ധതികളെക്കുറിച്ച് ഇരുവർക്കും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. നരമ്പിലക്കണ്ടം കോളനിയിൽ 3 വീടുകളാണ് സന്ദർശിച്ചത്. തങ്കമണിയുടെ ഭർത്താവ് ഡയാലിസിസ് രോഗിയാണ്. പട്ടയം നഷ്ടപ്പെട്ടതുമൂലം വീടിന് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. പട്ടയം ലഭിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അവർക്ക് ഉറപ്പു നൽകി. കൂടാതെ അൽഷിമേഴ്സ് രോഗിയായ മുടന്തച്ചി, കൈമച്ചി എന്നിവരുടെ വീടുകളും വനിതാ കമ്മീഷൻ സന്ദർശിച്ചു. മാനടക്കം കോളനിയിൽ സരോജിനി, ലക്ഷ്മി, കോർപ്പാളോ എന്നിവരുടെ വീടുകളാണ് സന്ദർശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അവരോട് വിശദീകരിച്ചു. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, VR മഹിളാറാണി, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ N ദിവ്യ, കമ്മീഷൻ പബ്ലിക് റിലേഷൻ ഓഫീസർ മണിലാൽ, കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം, വൈസ് പ്രസിഡന്റ് ശോഭനാകുമാരി, മെമ്പർമാരായ കെ കുഞ്ഞിരാമൻ, നാരായണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോളനി സന്ദർശിച്ചത്. കുറ്റിക്കോൽ പഞ്ചായത്തിലെ പട്ടികവർഗ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരിന് ശുപാർശ നൽകുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ പറഞ്ഞു. പട്ടികവർഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. ആദിവാസി മേഖല പറയുമ്പോൾ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു ആദിവാസി മേഖലകളിലെ ആവാസ കേന്ദ്രമാണ്. അവർക്ക് ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറവാണ്. വിദ്യാഭ്യാസം തികച്ചും കുറവാണ്. അതുപോലെ തന്നെ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന താമസ സ്ഥലത്ത് നിന്ന് മാറി ഏകദേശം ജനനിബിഡമായിട്ടുള്ള സ്ഥലത്തേക്ക് കേട്ടുപോകും. പ്രകൃതിയാൽ തന്നെ മുമ്പുണ്ടായിരുന്ന ജീവിതചര്യത്തിലെല്ലാം മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുണ്ടാകുന്ന സ്ട്രെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശാവഹമാണ്. സ്ത്രീപക്ഷ മനോഭാവത്തോടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ കേൾക്കണം. സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും സമൂഹത്തിന്റെയും കൂടി പ്രശ്നങ്ങളാണ്. സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വിദ്യാഭ്യാസം, മനുഷ്യാവകാശങ്ങൾ, ജീവിക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ ഉറപ്പാക്കി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ പി ധനേഷ് കുമാർ, കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം, വൈസ് പ്രസിഡന്റ് കെ ശോഭനാകുമാരി, 10ാം വാർഡ് അംഗം കെ കുഞ്ഞിരാമൻ, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ N ദിവ്യ, കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി N അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.